മല്ലു ഫാമിലി വേണമെങ്കിൽ നാണംകെട്ട ഫാമിലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സുജനും വൈഫ് ആയിട്ടുള്ള ആദ്യത്തെ വൈഫും ഇപ്പോഴത്തെ വൈഫും എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പം അവൻ്റെ രണ്ടാമത്തെ കല്യാണമാണ്. പേര് പൊന്നൂസ്. ഈ അടുത്ത സമയത്ത് നമ്മൾ ഇവരെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തതാണ്. ഞാൻ ഈ യൂട്യൂബ് ഫീൽഡിൽ വന്നതിന് ശേഷം ഇവരുടെ പഴയ കേസുകളൊന്നും ചർച്ച ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. പഴയ കേസുകെട്ടെന്ന് പറയുമ്പം ഭാര്യ ആദ്യം വേറൊരു കാമുകനുണ്ട്, അങ്ങനെയാണ് മറ്റാണെന്നും പറഞ്ഞിട്ട് അവീതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തമ്പിലേനൊക്കെ ഇട്ടൊരു വലിയൊരു മഹാനായിരുന്നു ഈ വ്യക്തി. ഇപ്പം അണ്ണൻ ഗുരുവായൂർ വെച്ചിട്ട് ചെയ്തു പോയ പാവങ്ങൾക്കെല്ലാം ഫലമായിട്ടാണെന്ന് തോന്നുന്നു രണ്ടാമത് കല്യാണം. എന്തോ ദോഷത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നൊക്കെ കേട്ട് ജാതക ദോഷമോ ഏതാണ്ടൊക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള തോന്നിയെന്ന് വെച്ചാൽ 3-4 മാസം മുമ്പ് ഇവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. എന്തുമല്ല അവൻ്റെ പേര് അമൽ പത്രോസോ. അപ്പം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവീതം ഈ പെണ്ണുമായിട്ട്. അപ്പം വലിയ ആൾ കാണിക്കാൻ പറഞ്ഞാണോ എന്തുവാണെന്നൊന്നും അറിയത്തൊന്നുമില്ല. അന്ന് സൂചന അങ്ങ് വിട്ടുപോയി. അന്ന് പിന്നെ അമലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് അവൻ സംസാരിക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ പണി പാലുമ്പളത്തിൽ കിട്ടിയാനെ. അതിന് ശേഷമാണ് ഈ പറയുന്ന ഇവർ തമ്മിൽ മിണ്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അണ്ണൻ അങ്ങ് പ്രൊമോഷനോടെ പ്രൊമോഷൻ. അത് കഴിഞ്ഞിട്ട് ഇവർ ഡിവോഴ്സ് ചെയ്യാൻ പോകുമെന്നും പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റും കാര്യം ഇടുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർ ചർച്ച ചെയ്യുമല്ലോ, നമ്മൾ യൂട്യൂബേഴ്സ് എടുത്ത് അലക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോഴും എന്നോട് പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, ഡാനി നീ കണ്ടോ, അത് നാടകമായിരിക്കും, ഇതവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കുക. ഞാൻ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടോ? ഒരു വട്ടം നാറി അവർ പിന്നെയും ഇങ്ങനെ മാറാൻ നിൽക്കൂ. ഇതേ കിടക്കുന്നു. അതുപോലെ തന്നെ സംഭവിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്തൊരു ഫാമിലി, ഇത്ര നാണം കെട്ടൊരു ഫാമിലി യൂട്യൂബിലേ ഇല്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയാമല്ലോ. ഞാൻ കുറച്ച് പോസ്റ്റും കാര്യങ്ങളും ഇതിൻ്റെ വീഡിയോസൊക്കെ വെക്കാം. അതിന് മുമ്പ് 2-3 പോസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം നിങ്ങൾക്ക്. എൻ്റെ പേര് സുജൻ, പാലക്കാട് ചെറുപ്പളശ്ശേരിയാണ് വീട്. എൻ്റെ വീട്ടിലെ കൊച്ചു സന്തോഷങ്ങളും ചെറിയ സങ്കടങ്ങളും എല്ലാം പങ്കുവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, മല്ലു ഫാമിലി അത്ര 13 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ. ഒരു മാസം മുമ്പ് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പ്രൊമോഷൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമൊക്കെ കുറച്ച് അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് കാര്യങ്ങൾ അങ്ങോട്ട് വ്യക്തമായി. എൻ്റെ പൊന്നോ, കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഇതുപോലൊരു നാണം കെട്ട ഫാമിലി ഇല്ലെന്ന് എടുത്ത ആൾക്കാർ പറയുകയും ചെയ്യുന്നത്. ഓക്കെ എന്തോ ആയിക്കോട്ടെ. കൂടെ നിൽക്കാനൊരു സഹോദരി. ഇതെന്താ ഇലക്ഷൻ്റെ ഒക്കെ കയറി വരുന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം. എഡിറ്റ് ചെയ്യുമ്പോഴും ഓരോന്നൊക്കെ ഇനി ഇത് കയറി വരാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പറ്റിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് നിന്റെ മുഖത്ത് കാണുന്നത്. സത്യം പറയട്ടോ, ആണും പെണ്ണും കെട്ടവനെ നിന്നെ കണ്ടാലുണ്ടല്ലോ, ആണും പെണ്ണും കെട്ടവനേക്കാളും മോശമാണ്. അല്ല, അവർക്ക് അന്തസ്സുണ്ട് കേട്ടോ, പക്ഷെ നീ ഇല്ലാത്ത ഒരു സാധനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതുപോലെ പല അങ്ങനെ തന്നെ പറയണം. ഗുരുവായൂർ അമ്പലത്തിലാണ് ഞാൻ. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഉള്ള പാവം കൂടത്തേ ഉള്ളടാ. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. അങ്ങോട്ട് നീ കാലെടുത്താ കുത്തരുത്. അത്രയും നല്ലൊരു സ്ഥലത്ത് നിന്നെപ്പോലെ ഒരു നാറി ഇവിടെ കുത്താതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് ഞാൻ കുറെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എന്തൊരു വ്ളോഗ് പോസ്റ്റ് ആക്കാൻ വേണ്ടി പോകുന്നു. ഫുള്ളായിട്ടുള്ള ഭാര്യയുടെ അവീതം അതും ഇതൊക്കെ പറഞ്ഞ് ഇനിയിപ്പം എന്താ പറയണ്ടേ. ഇനിയിപ്പം നല്ല കുഞ്ഞ് ചെമയാൻ പോവാ. കാരണം ഇനിയെല്ലാം പഴയ ജീവിതം മറന്ന് പുതിയതായിട്ട് കല്യാണം കഴിച്ചിട്ട് എൻ്റെ പൊന്നോ. സത്യം നമ്മൾ വ്ളോഗ് പോസ്റ്റ് ആക്കിയിട്ട് ഫുള്ളായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു വ്ളോഗ് പോസ്റ്റ് ആക്കിയിട്ട് അപ്പൊ ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റ് ആക്കാൻ വേണ്ടി പോവാന്ന്. ചിലപ്പോൾ വൈകുന്നേരം 7 മണിക്ക് അല്ലെങ്കിൽ നാളെ വൈകുന്നേരം 7 മണിക്ക് ഞാൻ പോസ്റ്റ് ആക്കാം. നീ എന്ത് പഴം ഇട്ടാലെന്താ, നാട്ടുകാർ നിന്നെ പോലുള്ള കുറെ നായ്ക്കളെ വിശ്വസിക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്, കുറെ നാട്ടുകാരുണ്ട്. വന്നിട്ടിരുന്നിട്ട് പറയും, അയ്യോ ഞങ്ങൾക്ക് സന്തോഷമായി സുജനെ മോനെ നീയാണ് ആണ് എന്ന് പറയുന്ന കുറെ കളവിമാരുണ്ട്, കുറെ വിവരം കെട്ട ആൾക്കാരുണ്ട്. കഷ്ടം. തോലി അവന്റെ നേരത്തെ വീഡിയോ കുറച്ച് കഴിഞ്ഞാൽ ഒരു 9:30 ഉള്ളിൽ 10 മണിയാകുമ്പോഴേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ആക്കും. നീ ഇട്, വേറെ വല്ല വെക്കാം, നേരത്തെ പറഞ്ഞത് വെക്കാം. ഓക്കെ ഗൈസ്, കുറച്ച് തൊലിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നേരത്തെ വീഡിയോ നിതാ സതീശൻ ഒരു മാസം മുമ്പ് അവന്റെ ഭാര്യ നിതാ സതീശൻ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല രീതിയിൽ സംസാരിച്ചപ്പോ ഇവന്റെ അനീതി വന്നിട്ട് അവിടെ താഴെയല്ല അവളടിച്ച സെന്റിമെന്റ്സിനകത്ത് ലവിന്റെ ചിഹ്നം ഇട്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട് ഇത് നാടകമാണ്. അന്ന് ഞാനും അതിലും കൂടെ ഹോട്ടലിൽ ഇരുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇത്രയ്ക്ക് നാണം കൊണ്ടൊരു ഫാമിലി എന്റെ ജീവിതത്തെയും കണ്ടിട്ടില്ല.
നിന്റെയൊക്കെ മക്കള് വളർന്നു വരുമ്പോൾ സമൂഹത്തിലെ ജനങ്ങള് അല്ല അവരുടെ കൂടെയുള്ളവര് ജനങ്ങളുടെ കാര്യം കൂടെയുള്ള കുട്ടികളാണെങ്കിൽ പോലും ആ രീതിയിലാണല്ലേ മറ്റേ രീതിയിലാണെങ്കിലും പറഞ്ഞ് കളിയാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോഴാണ് നാറി നിനക്ക് മനസ്സിലാകത്തുള്ളൂ. നീ വെറും ഒരു നാണക്കെട്ടവനായി പോയില്ലോടാ നീ ഇത്രയ്ക്ക് ഒരു വരയ്ക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കും ഞാൻ ഇതുവരെ ഇപ്പൊ പിന്നെ നീ എന്തോ പഴമാണോ പറഞ്ഞത്? ഒരു മാസം മുമ്പ് ഞാനൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് അവന് വേറെ എന്തൊരു പ്രൊമോഷന് വേണ്ടിയുള്ള പരിപാടി അവൻ കാണിച്ചത്. ഇവനൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി. ഞാൻ അവളെ കുറിച്ച് ഒന്നും പറയത്തില്ല അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ അവനെ ഇട്ട് കൊടുക്കുമായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നും പറഞ്ഞു. വന്നിട്ട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ സംഗതി നേടിയെടുക്കേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ല. എന്ത് എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് ഇട്ടിട്ടില്ല. ഇപ്പൊ ഓള് ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിലേക്ക് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ലെന്ന്. ആദ്യത്തെ ഭാര്യയുടെ അവിഹിതം ഇട്ടതിന് അവന് 10 ലക്ഷം രൂപയോളം കിട്ടി സോഷ്യൽ മീഡിയയിൽ നിന്ന്. 10 ലക്ഷം കുറച്ച് കടക്കം തീർക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ ബെൻസ് വാരി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ഭാര്യയെ വരെ. എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? ഓരോരുത്തരുടെ കമൻ്റൊക്കെ കാണാം ഇതിനേക്കാളും ഭേദമുണ്ട് ബസ് സ്റ്റാൻഡ് ജീവിക്കുന്നവരെന്നൊക്കെ ഉള്ള രീതിയിലാണ്. അവൻ അടുത്ത നാടക നടിയുടെ വീഡിയോ കൂടെ വെച്ചുതരാം, അനീതിയുടെ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു വ്ലോഗ് ഇടുന്നത്. പക്ഷെ അതിടാ സൂം ചെയ്യട്ടെ. എല്ലാവരും വെല്ലടി പറ പോയി നോക്കിട്ടെ എവിടാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വ്ലോഗൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. കാരണം പ്രൊമോഷൻ ഉണ്ടല്ലോ, അതും ഇത് ക്രിക്കറ്റ് കളി മറ്റേതില്ല പൈസ കൊടുത്ത് കളിക്കുന്ന മണി ചെയിൻ പോലത്തെ അങ്ങനത്തെ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഒരു പ്രൊമോഷൻ ചെയ്ത 30,000-50,000 രൂപ കിട്ടുന്നിടത്ത് ഒരു പ്രൊമോഷനിൽ കൂടെ തന്നെ ചിലപ്പോൾ 1.5-2 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നിടത്ത് എന്തിനാ ഈ വീഡിയോ ഇടുന്നത്? ഈ വീഡിയോ ഇട്ടിട്ട് എന്തിനാ കാര്യം? വെറുതെ സമയം പോവാണ് വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത്. അതിനേക്കാളും നല്ലത് അത് ചെയ്യുന്നതല്ലേ. അതുപോലൊരു വർഷം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് സെറ്റിലാക്കാം. അവരതല്ലേ നോക്കുന്നത്. ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരുടെ മണ്ടരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. എല്ലാം ഒരു ടൈപ്പ് ഫാമിലി കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുത്തിട്ട് നാളെയാണ് കേട്ടോ നമ്മുടെ മെയിൻ ഡേ വരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ ഇന്ന് തൊട്ടുള്ള വീഡിയോസിന് എടുത്തിട്ടുണ്ടായി. ഇപ്പം അതിനിപ്പോൾ എങ്ങനെയാണ് പറയുക, നമ്മളതിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക, നിങ്ങളതിനെ എങ്ങനെയാണ് എടുക്കുക എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും പറയാണ് നാളെ ഏട്ടൻ്റെ അടുത്തുള്ള കല്യാണം. അപ്പം പലരും പറഞ്ഞു അത് ഒരു ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മുടെ ലൈഫിൽ അത് നടക്കുമ്പോൾ അതൊരു ഇതാവുമ്പോഴാണ് നമുക്ക് എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് നമുക്കറിയുള്ളൂ. കുറേ പേര് പറഞ്ഞു വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് ആരും ഇന്ന് വരെ വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അതൊരു കോൺട്രവേഴ്സി ആക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യം തൊട്ട് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ 10 വീഡിയോസും അല്ലെങ്കിൽ 10-30 വീഡിയോസൊക്കെ ഇട്ടിരുന്നെങ്കിൽ അതൊക്കെ ഓക്കെ. എടാ നേരത്തെ ഒരു ദിവസം നീയൊക്കെ ഇട്ടതല്ലേ? അഥവാ ഇപ്പോൾ ഓക്കെ, നിങ്ങളിപ്പോൾ പറയുന്ന സത്യമാണെങ്കിൽ പോലും ജനങ്ങളെ വിശ്വസിക്കുമോ? നേരത്തെ ഒരുപാട് എങ്ങനെ പറയാ അത് ചെയ്ത് കൂട്ടിയതോ. അതും ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പെണ്ണിനെ കട്ടിലിൻ്റെ അടിയിലൊക്കെ കൊണ്ട് ഒളിപ്പിച്ചതും. പിന്നെ അത് മാത്രമല്ല അഭീതം ഉണ്ടെന്നും പറഞ്ഞ് തമ്പിലേൻ ഇട്ട് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ പോരാത്തതിന് അത് സത്യമാകുന്ന രീതിയിലാണ്. അതിൽ അമൽ പത്രോസിൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞ പോലെ ഇവർ തമ്മിൽ എന്തോ ബന്ധങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർ തമ്മിൽ എന്തൊക്കെ നടന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവൻ അന്നിട്ട ഒരു ഫേക്ക് തംബ്ലൈനാണ്. കുറേ കാര്യം കഴിഞ്ഞപ്പോൾ സത്യമായിട്ടുള്ള രീതി വന്നില്ലേ. ഇതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത്. നമ്മളിന്നൊരു ആ ഒരു വിഷയത്തെ ഇപ്പോൾ കഴിഞ്ഞ 6 മന്തായിട്ട് ഏട്ടനും എടുത്തിന് സെപ്പറേറ്റ് ആയിട്ടാണ് നിന്നായിരുന്നത്. പക്ഷേ ഇതുവരെ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് യാതൊരു വീഡിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ച് ആ വിഷയത്തിനൊരു എൻഡിങ് നമ്മൾ ഉണ്ടാക്കി. ഇപ്പം എന്തായാലും ഇതുവരെയൊക്കെ എത്തിയതല്ലേ, അവരുടെ ലൈഫിൽ എന്തായാലും ഉണ്ട് ഒരു സെക്കൻഡ് മാരേജ് എന്നുള്ളത് അവരുടെ ലൈഫിലുണ്ട്. അതിങ്ങനെ അങ്ങ് തീരട്ടെ. എന്തായാലും നമ്മൾ ഗുരുവാരി വെച്ചിട്ട് ഒന്നുകൂടെ അവരെ താലിമാലിയും കെട്ടിക്കാനുള്ളൊരു പ്ലാന് അല്ലെങ്കിൽ ഒരു ഇത് ഉണ്ട്. അപ്പം ആ ദിവസം നാളെയാണ്. അപ്പം നാളെ ഏട്ടൻ്റെ എടുക്കുന്നൊരു താലികെട്ടാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ 10 വീഡിയോസ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല.
ഇപ്പൊ പക്ഷെ നമ്മള് നാളെ അങ്ങനത്തെ റെഡിയാണ്. അപ്പൊ അത് നമുക്കൊരു നല്ല വീട്ടായിട്ട് നമ്മുടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. ഓ എന്തൊക്കെ കാണണമല്ലേ, ബാക്കി കാണട്ടെ. കഴിഞ്ഞില്ലേ? എവിടെ പോവാ? എവിടെ പോവാട്ടാ? ഇവരൊക്കെ നല്ല ക്ലോസും കാര്യങ്ങളും ആയിരുന്നു. നമുക്ക് അവരുടെ വീഡിയോകളിൽ കൂടെ തന്നെ മനസ്സിലാക്കാമായിരുന്നു. കാരണം ഈ അനിയത്തിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടായിരുന്നു നിന്നത്. ആര് എന്തോ സുജന്റെ അനിയത്തി പൊന്നിന് ഭയങ്കര സപ്പോർട്ടായിട്ടായിരുന്നു. കമന്റ് ബോക്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെ കൊണ്ട് പോകുന്നു. ബർത്ത്ഡേക്ക് എൻ്റെ പൊന്നോ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചപ്പോൾ ആ കരച്ചിലൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഇരിക്കോ ഗൈസ്, നാളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താട്ടന്റെയും പൊന്നൂസിന്റെയും കല്യാണാണ്. അതിന് മുന്നേ താട്ടം താലിമാലിട്ടിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി പൊന്നൂസ് കെട്ടിക്കൊടുത്താണ്. എന്തൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടല്ലോ. എന്താണ് നാളത്തേക്ക് പോരെ അതൊക്കെ? കൂടെ നോക്കട്ടെ എന്താണോ പൊക്കി. താട്ടം താലിമാലിട്ടിട്ടുണ്ട്. നോക്കട്ടെ. അതിന് മുന്നേ താട്ടം ഓ ബെഞ്ചും ഉണ്ട്, എല്ലാം ഉണ്ട്. അവൻ ഇട്ടോണ്ടിരിക്കുന്ന സാധനം 30 രൂപയെക്കാളും എങ്ങോട്ടും 30 രൂപയുടെ സാധനം എങ്ങോട്ടാണെന്ന് തോന്നുമല്ലോ പൊക്കി കാണിക്കുന്നത്. കേരളം ഞെട്ടുമല്ലോ സുജനെ. ഞങ്ങളുടെ വീട്ടില് നാളെ കല്യാണം. നാളെ ഗുരുവായൂർ വെച്ചിട്ട് നാളെ കല്യാണമാണ്. രണ്ടുപേരും കൂടെ ഇനി കെട്ടുകഴിഞ്ഞ് തീർന്നു. അതെ, അതാ പൊന്നൂസിനെ തന്നെ കെട്ടി തീർക്കാൻ തരുന്നില്ലേ? അവസാനം ഞാൻ കറങ്ങി തിരിഞ്ഞ് പൊന്നൂസിന്റെ അടുത്ത് തന്നെ വന്നു. അല്ല, അവസാനം ഞാൻ കറങ്ങി തിരിഞ്ഞ് പൊന്നൂസിന്റെ അടുത്തേക്ക് തന്നെ വന്നു. ഓക്കെ, എന്തായാലും നാണം കെട്ട ഫാമിലിക്ക് എല്ലാവർക്കും ഒരു കൈയടി കൊടുത്തേര്. ഞാൻ ആലോചിക്കായിരുന്നു ആ വീട്ടുകാരുടെയൊക്കെ അവസ്ഥയെ. എടാ ഇതിപ്പം പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാത്തില്ല. നിന്റെ മക്കൾക്ക് ആ കുട്ടികളെ ആരെങ്കിലും മോശമായിട്ട് അങ്ങനെ ഉണ്ടാവരുത്. അത് വേറെ കാര്യം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഇനി സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ പറയൂ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? ബൈ, ലവ് യു ഓൾ.